അപ്പോൾ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിടുക്കിയായ ഒരു പാട്ടുകാരിയാണ്, നർത്തകിയാണ്, അങ്ങനെ ഒരു മൾട്ടി ടാലന്റഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കലോത്സവ വേദിയിൽ ഒരു മിന്നും താരത്തെയാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ഭാവന കൃഷ്ണ. അപ്പോൾ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം ഭാവന? സുഖമായിട്ട് പോകുന്നു. എന്താണ് ഈ വയലിൻ എത്ര നാളായി പഠനം തുടങ്ങിയിട്ട്? ഞാൻ 3 വയസ്സ് തൊട്ട്, അച്ഛൻ കൊച്ചിലെ തൊട്ട് വയലിൻ പഠിച്ചിട്ടുണ്ട്. അച്ഛനാണ് വയലിന്റെ ഒരു ഗുരു? അതെ, ബേസിക് എല്ലാം അച്ഛനാണ് പറഞ്ഞു തന്നത്. എന്റെ ഓർമ്മ വെച്ച നാളെ തൊട്ടേ അച്ഛൻ ഇങ്ങനെ വീട്ടില് സംഗീതം ഫ്രീ കിട്ടുമ്പോൾ എല്ലാം ഒന്നെങ്കിൽ വയലിൻ വായിക്കും, അല്ലെങ്കിൽ കച്ചേരികൾ വെക്കും, റെക്കോർഡ് വെക്കും, കൺസേർട്സ് എല്ലാം പോയി കേൾക്കും. അപ്പൊ അങ്ങനെ കണ്ടു വളർന്ന ആ ഒരു മ്യൂസിക് ഫീൽഡിലേക്ക് താല്പര്യം. 3 വയസ്സിൽ വയലിൻ പഠിക്കാൻ ഒക്കെ തുടങ്ങിയപ്പോ, അതായത് ആ ഒരു കുറച്ച് ബുദ്ധിമുട്ടല്ലേ വയലിൻ പഠിക്കാനും അതിന്റെ ഒരു ഇതൊക്കെ? അതെ, ഇപ്പം അച്ഛൻ വായിക്കുന്ന കേൾക്കും, അപ്പോൾ അതനുസരിച്ച് ഉള്ള താല്പര്യം വന്നിട്ട് ഒരു ബേബി വയലിനൊക്കെ അച്ഛൻ. ശരി. കലോത്സവ വേദിയിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തിരിക്കുന്ന ഏതാണ്? പാട്ടാണോ, വയലിനാണോ, ഡാൻസ് ആണോ? വയലിനാണ്. വയലിൻ തന്നെയാണ്. അപ്പം സ്കൂളിലും കോളേജിലും ഒക്കെ മത്സരിച്ച്? അതെ, എനിക്ക് തുടർച്ചയായിട്ട് 4 വർഷം സ്റ്റേറ്റ് ലെവലിൽ വയലിനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. എ ഗ്രേഡ് ഉണ്ട്. പിന്നെ +2 പഠിക്കുമ്പോൾ കൊറോണ സാഹചര്യങ്ങളായതുകൊണ്ട് കലോത്സവം നടന്നില്ല. മനസ്സിലായി. ലൈഫിൽ അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടോ, വയലിനും പാട്ടും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ? തീർച്ചയായിട്ടും ഉണ്ട്. എങ്ങനെയാണ്, അതായത് വയലിൽ നിന്ന് പാട്ട്, അതിൽ നിന്ന് ഡാൻസ്, അപ്പൊ ഈ ഒരു വേറെ വേറെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വരാൻ എന്താ കാരണം? ഞാൻ കൊച്ചിലെ തൊട്ടേ മ്യൂസിക് കേട്ട് വളർന്നതാണ്. തുടക്കത്തിൽ ഞാൻ ഡാൻസ് ആണ് പഠിച്ചത്. കൊല്ലം കലാമണ്ഡലം മായ രാജേന്ദ്രൻ ടീച്ചറും കലാക്ഷേത്ര രാജേന്ദ്രൻ സാറിൻ്റെ അടുത്തും കുറേ വർഷം പഠിച്ചു. 6 വയസ്സായപ്പോൾ ഭരതനാട്യം അരങ്ങേറ്റം ചെയ്തു. 8 വയസ്സിൽ കുച്ചിപ്പുടി അരങ്ങേറ്റം. അത് കഴിഞ്ഞിട്ട് അവിടെ ടീച്ചർ സീനിയേഴ്സിനെ പഠിപ്പിക്കുന്ന പദങ്ങളൊക്കെ ഞാൻ കേട്ട് വീട്ടിൽ വന്ന് പാടുമായിരുന്നു. അപ്പം അങ്ങനെ കണ്ട് അച്ഛനും അമ്മയും ടീച്ചറും എല്ലാം ചേർന്ന് എന്നെ മ്യൂസിക് ക്ലാസ്സിൽ കൊണ്ടുവിട്ടു. മുഖത്തല തുളസി സാറിൻ്റെ അടുത്ത് പാട്ട് 2 വർഷത്തോളം പഠിച്ചു. പിന്നെ അതിനുശേഷം അച്ഛൻ്റെ ജോലി സംബന്ധമായിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് ട്രാൻസ്ഫർ ആയി. കുറച്ച് നാൾ കലാശ്രീ SR രാജശ്രീ ടീച്ചറിൻ്റെ അടുത്ത് വയലിനും വോക്കലും ആയിട്ട് കണ്ടിന്യൂ ചെയ്തു. ഇപ്പം തിരുവനന്തപുരം എൻജെ നന്ദിനി ടീച്ചറിൻ്റെ അടുത്ത് ഹയർ സ്റ്റഡീസ് വോക്കൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പഠിത്തം എങ്ങനെയാണ്, എന്താണ് പഠിക്കുന്നത് ഇപ്പോൾ? കോളേജിലൊക്കെ ആയി? അതെ, ഇപ്പം ഞാൻ 2nd സെം ആണ്. മാറിവേനസിലെ BSc കമ്പ്യൂട്ടർ സയൻസ് ആണ്. നമുക്ക് എന്തായാലും ഭാവനയുടെ ഒരു പാട്ട് കേട്ടാലോ? ഒരു 2 വരി നമുക്ക് വേണ്ടിയിട്ട്. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹ ദൂതുമായി വരുമോ? അടിപൊളി. നമുക്ക് പേരൻസിനെ കൂടി ഒന്ന് പെട്ടെന്ന് പരിചയപ്പെടാം. നമസ്കാരം, എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അച്ഛനാണല്ലേ? ശരി, അപ്പൊ അദ്ദേഹത്തെ തന്നെ പരിചയപ്പെടാം. പേര് പറയൂ അച്ഛൻ. എൻ്റെ പേര് സുനിൽ പൈ. അപ്പൊ അച്ഛനാണ് ആദ്യം വയലിന്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എങ്ങനെയുണ്ട്, പഠിക്കാൻ മിടിക്കുകയാണോ? വയലിനൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന ആളാണോ? ഇത് യാദൃച്ഛ്യമായിട്ട് ഒരു ഇതിൽ വയലിലോട്ട് അവൾ വന്നതാണ്. കാര്യം ഞാൻ ചെറുപ്പം മുതലേ ഈ സംഗീതത്തിൽ റേഡിയോ ആണ് നമ്മുടെയൊക്കെ പ്രായത്തിൽ, ചെറിയ പ്രായത്തിൽ ആകെയുള്ളൊരു ഇത്. അന്നേരം ഈ റേഡിയോയിൽ ഈ ശബ്ദം കേട്ടിട്ട് ഈ വയലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു അട്രാക്ഷൻ. വീട്ടിൽ സംഗീതം അറിയാവുന്നവരൊക്കെ ഉണ്ട്. അച്ഛൻ നന്നായിട്ട് പാടുമായിരുന്നു. പിന്നെ അമ്മൂമ്മ പാട്ടുകളൊക്കെ അവർക്ക് അറിയാവുന്ന പോലെ പാട്ടുകളൊക്കെ പാടും. അതൊക്കെ കേട്ട് പരിചയമുണ്ട്. എന്നിട്ട് റേഡിയോയിൽ ഈ വയലിൻ കേട്ടിട്ട് ഈ ശബ്ദം കേട്ടിട്ട് എന്താണെന്ന് അന്വേഷിച്ച് അങ്ങനെ പലരോടും ചോദിച്ച് ഉത്സവപ്പറമ്പിൽ പോയി ഇത് കണ്ട് മനസ്സിലാക്കി. അങ്ങനെ മാവേലിക്കര സതീഷ് ചന്ദ്ര സാർ കായംകുളത്തിനടുത്ത്, അദ്ദേഹമാണ് ആദ്യത്തെ ഗുരുനാഥൻ. എന്തായാലും അച്ഛൻ്റെ ആഗ്രഹവും മകൾ ഇങ്ങനെ ഓരോന്നായിട്ട് സാധിക്കുകയാണ്. സന്തോഷമായിട്ട് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനുള്ളൊരു മിടുക്കിയാണ്. അച്ഛനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ നമുക്ക് സന്തോഷം. ഇനി ഇതാരാണ്? ജോത്സ്ന ഏത് ക്ലാസ്സിലാ? ഇപ്പൊ 6ാം ക്ലാസ്. 6ലാണ്. പാട്ട് പഠിക്കണ്ടോ? ഉണ്ട്. പാട്ട് മാത്രമേ ഉള്ളോ? അത് ഡാൻസ്, വയലിനൊക്കെ ഉണ്ടോ? വയലിനും ഉണ്ട്, കീബോർഡും ഉണ്ട്. ആഹാ, വയലിനും കീബോർഡും ഉണ്ട്. കൊള്ളാം. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം വരണം കേട്ടോ, ഇവിടെ നമുക്ക് ഇരിക്കണം. ഓക്കെ, യെസ്. ഇനി ഇതാ അമ്മയാണ്. ഇത് കുഞ്ഞനീത്തി അല്ലേ? കുഞ്ഞനീത്തിയുടെ പേരെന്താ? പ്രഫുല്ല.
പ്രഫുല്ല. പ്രഫുല്ല. ഓ, അത് വെറൈറ്റി പേരാണല്ലോ. ഹായ് പ്രഫുല്ല. ഹായ്. ഇനി നമുക്ക് അമ്മയുടെ കയ്യിൽ മൈക്ക് കൊടുത്തു, അമ്മയെ പരിചയപ്പെടാം. അമ്മയുടെ പേര്? എൻ്റെ പേര് ശ്രീജ. ശ്രീജ. അമ്മ എന്താണ് കലാപരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പാട്ട്, ഡാൻസ്, വയലിൻ? ഞാൻ ആസ്വദിക്കും. ആസ്വദിക്കും. അപ്പൊ എല്ലാവരെയും പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം.